ഒരിക്കൽ നമ്മൾ ചെയ്ത തെറ്റുകൾ, ഒരിക്കൽ നമ്മൾ ചെയ്ത ക്രൂരപ്രവൃത്തികൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളെ മുച്ചൂടും നശിപ്പിക്കും. ഇത് വിധിയുടെ നിയമമാണ്. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന കുഞ്ചാക്കോ മുതലാളിക്കും പറ്റിയത് അതാണ്. മലയാള സിനിമയിൽ വടക്കൻ പാട്ടുകളിലൂടെ ശ്രദ്ധ നേടിയ കുഞ്ചാക്കോ മുതലാളി. കഥയും സംവിധാനവും ഒക്കെ കുഞ്ചാക്കോ മുതലാളിയായിരുന്നു നിർവഹിച്ചിരുന്നത്. സംവിധാനം ചെയ്യുന്നത് വേറൊരാൾ, കഥ എഴുതുന്നത് ശാരംഗപാണി. പക്ഷേ അവസാനം സ്ക്രീനിൽ വരുമ്പോൾ അതെല്ലാം കുഞ്ചാക്കോ മുതലാളിയായി മാറും. കുഞ്ചാക്കോ മുതലാളി അങ്ങനെ മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ട് മലയാളത്തിലെ ബഹുമുഖ പ്രതിഭയായി മാറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തകർച്ച അത് ഒരു അനിവാര്യമായ തകർച്ചയായിരുന്നു. കുഞ്ചാക്കോ മുതലാളിയുടെ സ്റ്റുഡിയോയിൽ, ഉദയ സ്റ്റുഡിയോയിൽ നസീർ കോട്ടേജുണ്ട്, ഷീല കോട്ടേജുണ്ട്. മറ്റൊരു കോട്ടേജ് കൂടി കുഞ്ചാക്കോ മുതലാളി പണിയാൻ ശ്രമിച്ചിരുന്നു. അത് വിജയശ്രീ കോട്ടേജായിരുന്നു. നസീറും ഷീലയും തമ്മിലുള്ള പ്രണയവും നസീറിൻ്റെ പിൻവാങ്ങലും ഒക്കെ മലയാള സിനിമയിൽ നസീർ ഷീല ജോഡികളെ പിരിച്ച കാലം, തമ്മിൽ തല്ലിച്ച കാലം. ആ കാലത്ത് പ്രേം നസീർ ജയഭാരതിയെയും വിജയശ്രീയെയും വളർത്തി. വിജയശ്രീ അക്കാലത്ത് മദ്രാസിൽ അതിജീവനത്തിനായി പൊരുതുകയായിരുന്നു. മലയാള സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മദ്രാസിലെത്തിച്ചേർന്നു വിജയശ്രീയുടെ കുടുംബം. പിന്നീട് അവർ വിജയശ്രീയെ അവർ നായികയാക്കാനുള്ള ശ്രമം നടത്തി. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. വിജയശ്രീയെയും പ്രേം നസീറിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായിരുന്നു പൊന്നാപുരം കോട്ട. കുഞ്ചാക്കോ മുതലാളി ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം. ആ ചിത്രത്തിൽ കുഞ്ചാക്കോ മുതലാളി കണ്ടത് വിജയശ്രീയുടെ മേനി അഴകിൻ്റെ പ്രദർശനമായിരുന്നു. ആൺവേഷം കെട്ടുന്ന വിജയശ്രീ പെണ്ണാണെന്ന് നായകൻ പ്രേം നസീർ തിരിച്ചറിയുന്ന രംഗമാണ് ആ സിനിമയിലെ ഹൈലൈറ്റ്. ഒരു വെള്ളച്ചാട്ടത്തിൽ വിജയശ്രീ കുളിക്കുന്ന രംഗത്ത് നായകനായ പ്രേം നസീർ തിരിച്ചറിയുന്നു തൻ്റെ കൂടെ ആൺവേഷം കെട്ടി നടന്നത് ഒരു പെണ്ണാണെന്ന്. വെള്ളച്ചാട്ടത്തിൽ അതീവ സെക്സിയായി അഭിനയിക്കാൻ മുതലാളി വിജയശ്രീയോട് പറഞ്ഞു. അതേപോലെ തന്നെ അടിവസ്ത്രം ധരിക്കാതെ വിജയശ്രീ വെള്ളച്ചാട്ടത്തിൽ നീന്തി തുടിച്ചു. പക്ഷേ അവിടെ വെള്ളച്ചാട്ടം ഒരു കുസൃതി കാണിച്ചു. വിജയശ്രീയുടെ ആകെ ഒറ്റമുണ്ട് മാത്രമേ ഉടുത്തിരുന്നുള്ളൂ. ഒറ്റമുണ്ട് വെള്ളച്ചാട്ടത്തിൽ നഷ്ടപ്പെട്ടു. നഗ്നയായി മാറിടത്തിൽ 2 കൈകൂപ്പി നിന്ന വിജയശ്രീയുടെ നഗ്നമേനി ക്യാമറ കണ്ണുകൾ പകർത്തി. അത് പ്രദർശിപ്പിക്കരുതെന്ന് കുഞ്ചാക്കോ മുതലാളിയുടെ കാലു പിടിച്ച് വിജയശ്രീ പറഞ്ഞെങ്കിലും തിയേറ്ററുകളിൽ ആ രംഗം പ്രദർശിപ്പിക്കപ്പെട്ടു. യൂട്യൂബിൽ ഇപ്പോഴും ആ രംഗം ഉണ്ട്. വിജയശ്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു തകർച്ചയുടെ തുടക്കമായിരുന്നു. വിജയശ്രീയുടെ കാമുകൻ അസീം ഭായി ഈ രംഗം കണ്ട് വിജയശ്രീയോട് പിണങ്ങി. വിജയശ്രീയും അസീം ഭായിയും 2 തട്ടിലായി മാറി. പ്രണയ തകർച്ച, വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ, ഇങ്ങനെ അഭിനയിക്കാമോ എന്നുള്ള വീട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ എല്ലാം കൂടിയായപ്പോൾ വിജയശ്രീ ആത്മഹത്യ ചെയ്തു. കുഞ്ചാക്കോ മുതലാളിയും പിന്നീട് തകർച്ചയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അതിനുശേഷം പരാജയപ്പെട്ടു. അത് വിജയശ്രീയുടെ ശാപമാണെന്ന് പല സിനിമാക്കാരും അടക്കം പറഞ്ഞു. കുഞ്ചാക്കോ മുതലാളി കണ്ണിൽ ചോരയില്ലാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് വിജയശ്രീയുടെ നഗ്നമേനി തിയേറ്ററുകളിൽ എത്തിയത്. വേണമെങ്കിൽ അത് കട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ കട്ട് ചെയ്യാതെ തന്നെ അത് തിയേറ്ററുകളിൽ എത്തിച്ചു കുഞ്ചാക്കോ മുതലാളി. അവിടെ തുടങ്ങുന്നു കുഞ്ചാക്കോ മുതലാളിയുടെ തകർച്ച. പിന്നീട് ആ തലമുറയിലെ നടൻ കുഞ്ചാക്കോ ബോബൻ വന്നതിന് ശേഷമാണ് ഉദയ എന്ന് പറയുന്ന തരംഗം വീണ്ടും ഉണ്ടായത്. എന്തായാലും വിജയശ്രീയുടെ ശാപം, പെൺശാപം
എല്ലാം മുച്ചൂടും മുടിക്കും എന്നതിന് ഉദാഹരണമായി അവസാന ഘട്ടത്തിൽ കടം കയറി വീർപ്പ് മുട്ടിയ കുഞ്ചാക്കോ മുതലാളിയുടെ കഥ.